ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് മനുഷ്യാവകാശ ഊളകൾ വന്നിട്ട് അങ്ങനൊന്നും പറയാൻ പാടില്ല, അയാൾക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു വരും. അയാൾ ജീവിക്കണ്ട. നമ്മുടെ നാട്ടിൽ ഏറ്റവും അവസാനമായിട്ടൊരു വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ള എന്നാണ് നിങ്ങൾക്കറിയാം? അത് 2020 മാർച്ച് 20-നാണ്. നിർഭയ കേസിലെ 4 പ്രതികൾക്കെതിരെയാണ് വധശിക്ഷ നടത്തിയിട്ടുള്ളത്. അതും 7 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു റേപ്പ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്താണെന്നറിയോ? അത് 3 ദിവസം മുമ്പാണ്. 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞു. അതാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മുമ്പാണ് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെപ്പറ്റി പലരും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണോ എന്താണെന്നറിയില്ല. 2 കേസുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ 2020 മുതൽ 2023 വരെ നടന്നിട്ടുള്ള ടോട്ടൽ റേപ്പ് കേസുകളുടെ ഒരു ലിസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ 1947 ശേഷം 2023 ഇടയിൽ മൊത്തത്തില് വധശിക്ഷ വിധിച്ചിട്ടുള്ളത് 720 പേർക്കാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരാൾ മറ്റൊരാളെ കൊന്നതിന്റെ പേരിലാണ് അയാൾ ശിക്ഷിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചില സമയത്ത് ചില ആളുകൾക്ക് ചില സിറ്റുവേഷനിൽ ന്യായീകരിക്കാനുള്ള കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ജീവൻ രക്ഷാർത്ഥം കൊന്നതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ കരുതിക്കൂട്ടി അല്ലാതെ അറിയാതെ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, അങ്ങനെയൊക്കെ രീതിയിൽ വേറെ ആളെ കൊന്നു പോകുന്ന ആളുകളുണ്ട്. ഞാൻ കൊലപാതകത്തിന് സപ്പോർട്ട് ചെയ്യല്ല, പക്ഷെ അതിലൊരു എക്സ്ക്യൂസ് ചില ഏരിയാസിൽ വരുന്നുണ്ട്. പക്ഷെ റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു സാധനമല്ല. ഒരാൾ ഇന്റൻഷണലി അയാളുടെ ഉള്ളിലുള്ള കാമത്തിനെ പുറത്ത് വിട്ട് അയാൾ ഒരു മൃഗമായിട്ട് മാറിയിട്ട് ഒരു പെൺകുട്ടിക്കെതിരെ നടത്തുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യമാണ് ബലാത്സംഗം. അത് ചെയ്തിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അയാൾക്ക് നീതി ലഭിക്കാനേ പാടില്ല. ഇങ്ങനെയുള്ള ആളുകളെ നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടിൽ തൂക്കിക്കൊല്ലണം. സ്റ്റിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരും മനുഷ്യരാണ്, ഇവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില മനുഷ്യാവകാശ കമ്മിറ്റിയുടെ ആളുകൾ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യും, ഇവരെ പുറത്തിറക്കി കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കുറെ ആളുകൾ പറയുന്നത് ഇവരെ വധശിക്ഷയ്ക്ക് തന്നെ നടപ്പിലാക്കണമെന്നില്ലല്ലോ, നമ്മുടെ നാട്ടിൽ ജീവപര്യന്തം പോലുള്ള ശിക്ഷകളൊക്കെ ഇവർക്ക് വിധിച്ച് ഇവരെ ജയിലാക്കുന്നില്ലേന്ന്. ജീവപര്യന്തം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരെ ജയിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷിക്കലല്ല, രക്ഷിക്കലാണ്. ഇതുപോലുള്ള ആളുകൾ നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും നാട്ടുകാർ തല്ലിക്കൊല്ലും. അപ്പൊ ഈ നാട്ടുകാരുടെ അടുത്ത് നിന്ന് അവരെ രക്ഷിച്ച് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ജയിലിൽ കൊണ്ടുപോയിടുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പീഡിപ്പിക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ള ആളുകളും നികുതി എടുക്കുന്ന പൈസ കൊണ്ടാണ് ഇയാൾ അവിടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്. ഇതുപോലുള്ള ആളുകളെ കൊണ്ടുപോയി ജയിലിലിട്ട് പുഷ്ടിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കിട്ടിക്കഴിഞ്ഞാൽ അയാൾ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ വധശിക്ഷ തന്നെ നടപ്പിലാക്കണം.